ശ്രീ എ സമ്പത്ത്, ഇന്ന് എ റഹീം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് ഇടതുപക്ഷം ഇവിടെ നിലപാട് കടുപ്പിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഒഴിവാക്കിയത്, അല്ലായിരുന്നുവെങ്കിൽ ഇവിടെയും ആലപിക്കുമായിരുന്നു എന്നതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞതും താങ്കൾ കേട്ടിട്ടുണ്ട്. ഒരടിച്ചേൽപ്പിക്കുന്ന സമീപനം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമാണോ? ഇതിൽ പ്രാദേശികമായി അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും രീതികൾക്കനുസരിച്ച് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുള്ളത്? എന്താണ് തോന്നുന്നത്? രേണുക, ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അവർ തികച്ചും ജനവിരുദ്ധമായ ജനദ്രോഹപരമായ നടപടികളും നയങ്ങളും ആണ് അവർ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പലപ്പോഴായി ഗോൾ പോസ്റ്റ് മാറ്റുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള പല പ്രവൃത്തികളും, അത് വൈകാരികത നമ്മൾ ആളിക്കത്തിച്ചാൽ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പലപ്പോഴും ജനശ്രദ്ധ തിരിച്ചുവിടാനായി കഴിയും. അത് നന്നായി അറിയാവുന്നത് സംഘപരിവാറിന്റെ പ്രവൃത്തികൾക്കാണ്. എന്നാൽ ഇത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയാണെന്നുള്ളത് മാത്രമല്ല, ഈ 18ാം ലോക്സഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല, ആ സ്ഥാനം വാസ്തവത്തിൽ ഇന്ന് കോൺഗ്രസിനല്ലേ ലഭ്യമാകേണ്ടത്? ഈ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയുടെ ലോക്സഭയ്ക്കും ഇന്ത്യയുടെ രാജ്യസഭയ്ക്കും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 17ാം ലോക്സഭയുടെ കാലത്തും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. അന്ന് BJP നേതാക്കൾ പറഞ്ഞത് അതിനുള്ള അംഗസംഖ്യ പ്രധാനപ്പെട്ട പാർട്ടിക്കില്ല എന്നാണ്. ഇപ്പോഴും ഉണ്ട് എങ്കിലും ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ഇത്തരത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ BJPയുടെ ഒരു ബി ടീമായി അത്തരത്തിൽ പല കാര്യങ്ങളിലും വളരെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം കൈക്കൊള്ളുന്നത് നടാടെയൊന്നുമല്ല. ഇപ്പം നമ്മളത് ഈ ദേശീയ ഗീതം ശരി, വന്ദേമാതരം, അതിൻ്റെ എല്ലാ സ്റ്റാൻസയും പാടിത്തീരണമെങ്കിൽ 3 മിനിറ്റും ഏതാനും സെക്കൻഡുകളും വേണം. നാഷണൽ ആന്തം നമ്മൾ ജനഗണമന പാടുകയാണെങ്കിൽ 52 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പാടി തീർക്കാനായി കഴിയും. ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത് ഈ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. രേണുക ഒന്ന് നോക്കിക്കോളൂ, അതിൽ നിങ്ങളുടെ തന്നെ ആർക്കൈവ്സിൽ ചിലപ്പോൾ കാണും. സുചേത കൃപലാനിയാണ് വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ മാത്രമാണ് പാടിയത്. ഇന്ന് നമ്മളിവിടെ ഈ ഗവൺമെൻറ്, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 6 സ്റ്റാൻസയും പാടണം എന്നുള്ള നിർബന്ധത്തിലും അതിൻ്റെ ഡയറക്റ്റീവ്സും എല്ലാം വരികയും കേരളത്തിൽ എവിടെ നിന്ന് അറിഞ്ഞുകൂടാതെ ചീഫ് സെക്രട്ടറിയുടേതായ സർക്കുലർ പോവുകയും പിന്നെ ഇത് ഞങ്ങൾ പുറത്തിറക്കിയതല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല എന്ന് സർക്കാരിൻ്റെ തലപ്പത്തുള്ള മന്ത്രിമാർ പലരും പറയുകയും അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് പറയുകയും ക്ഷമിക്കണം ഇത് ലോക് ഭവൻ, ഇപ്പോഴത്തെ ലോക് ഭവൻ, അവിടെ നിന്ന് അറിയിക്കുന്നു ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടല്ല എന്നുള്ളത്. സ്വയംഭൂവായി അങ്ങനെ ഒരു സർക്കുലർ കേരളത്തിലേക്ക് വരുമോ? 1937 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ തന്നെയുണ്ട്. 38-ലും 39-ലുമാണ് അദ്ദേഹം ഗാന്ധിജിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 38-ല് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. 1937 പണ്ഡിറ്റ് നെഹ്റു തന്നെ നേതാജിക്ക് എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിലും ഇത് സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ CPIMന്റെ ഒരു നിലപാടുണ്ട്. CPIMന്റെ നിലപാട് എന്നുള്ളത് ഈ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമേ പാടേണ്ടതായിട്ടുള്ളൂ. അതിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ മതപരമായ പരിപ്രേക്ഷ്യങ്ങളും അത് എല്ലാ മതസ്ഥർക്കും അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്തവർക്കും, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, ആർക്കും വിശ്വാസമില്ലാതിരിക്കുകയും ഒക്കെ ഉണ്ടാവാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവിമാരെ ആരാധിക്കണമെന്നില്ല, ഇന്ന ഒന്നിനെയും ആരാധിക്കണമെന്നില്ല. അത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാവാം, നിരവധി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാവാം, നാസ്തികരായിട്ടുള്ളവരുണ്ടാവാം, എല്ലാം ഉണ്ടാവും. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഈ പറയുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദേശീയ ഗാനത്തിൽ, ദേശീയ ഗീതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം അടിച്ചേൽപ്പിക്കുന്നത് പോലെ, അത്തരത്തിൽ വ്രണപ്പെടുത്തുന്നത് പോലെയോ അവരെ മുറിവേൽപ്പിക്കുന്നത് പോലെയോ അവർക്കതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുന്നത് പോലെയോ വരാൻ പാടില്ല. CPIM ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഭേദഗതി ഈ കാര്യത്തിൽ നമ്മുടെ ഈ യൂണിയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കാര്യാലയത്തിൻ്റെതായിട്ടുള്ള ഇടപെടലാണല്ലോ. അത് അത്തരത്തിലുള്ള ഒരുപാട് ചാണക്യ സൂത്രങ്ങളെല്ലാം അവർക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇനി ദേശീയ ഗീതത്തെ അപമാനിച്ചു എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും മേലെ കേസെടുക്കാനായിട്ട് കഴിയുമോ?
നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി എന്താണ്? രാജാവിനേക്കാൾ വലിയ രാജഭക്തിയിലാണ്. നോക്കൂ, ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ വാക്കുകൾ എന്നുള്ളത് ഈ അമ്മമാരെ അടക്കം നിന്ദിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ശരി, നമുക്ക് അതിലേക്ക് വരാം. ഇതിൽ കോൺഗ്രസ് ഇപ്പോൾ വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് അതിലേക്ക് വരാം. ബിസിയുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ സമ്പത്ത്, ശ്രീ ടി.പി. ജയചന്ദ്രൻ, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണോ ഇത് നിർബന്ധമാക്കുമ്പോൾ, വന്ദേമാതരം ആലാപനം നിർബന്ധമാക്കുമ്പോൾ നിങ്ങൾ കരുതിയത്, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണോ? 24 മണിക്കൂർ സമയത്തിനകം മാപ്പ് പറയണം എന്ന ഒരു കാര്യം വെക്കുന്നു. രാജ്യം മാപ്പ് തരില്ല എന്നതാണ് അമിത്ഷാ പറയുന്നത്. ഇവിടെ ആലപിക്കുകയോ ആലപിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ള നാടാണ്. AICCക്കും അത്തരം സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണിത് ഈ നിലയിലൊക്കെ രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന വിഷയമാക്കി മാറ്റി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നു എന്ന തരത്തിൽ തോന്നിപ്പോകുന്നു? രേണുക, ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ വിഷയമല്ല. രാഷ്ട്രം സ്വീകരിച്ച ഒരു വിഷയത്തിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, 1996 ആരംഭിച്ച് 1800കളിൽ ആരംഭിച്ച് 40-40 വർഷക്കാലം ഇത് ആലപിച്ച് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ഒരു മഹത്തായ ഗാനത്തിൻ്റെ 150ാം വാർഷികമാണ് രേണുക ഇത്. ആ ഗാനത്തെ വികലമാക്കരുത് എന്നുള്ള ഒരു നിയമമാണ് പാസാക്കിയത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ ഗാനം പാടാം, പാടാതിരിക്കാം. കേരളത്തിൽ പാടിയില്ല, ഒന്നും ചെയ്യാനില്ല. പക്ഷെ പാടുമ്പോൾ അതിന് വികലമാക്കരുത്, അതിന് അനാദരിക്കരുത്. ഇനി രേണുക, നിങ്ങൾ നോക്കൂ, ഇത് എൻ്റെ സുഹൃത്ത് സമ്പത്തൊക്കെ എല്ലാത്തിലും കുത്തിച്ചെലുത്തുന്ന വർഗീയതയുടെ അളവുകോൽ വെച്ച് നടക്കുക നമ്മൾ. ഈ ഗാനം ഇന്ത്യ രാജ്യത്തെ എൻ്റെ ഓർമ്മയിൽ 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ, എല്ലാത്തിനെയും എതിർക്കുന്ന ശീലമുള്ള 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ മുഴുവൻ സംസ്ഥാനങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ, അതാണല്ലോ ഇവരിങ്ങനെ താളത്തിൽ പറയുന്നത്, എല്ലാവരും പാടിയില്ലേ? നോക്കൂ, ഇതിൽ ഇവിടെയാണ് മതേതരത്വത്തിൻ്റെ ഒരു ഭീഷണി, ഒരു വ്രണപ്പെടലുണ്ടായത്. സമ്പത്തെ, താങ്കൾ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് സമ്പത്തിന് അറിയോ? ഒമർ അബ്ദുള്ളയാണ്. 6 സ്റ്റാൻസയും പാടിയപ്പോൾ അദ്ദേഹത്തിന് വ്രണപ്പെട്ടു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അത് സ്വീകരിച്ചു രേണുക. നോക്കൂ, AICC മുന്നോട്ട് വെച്ച ഒരു വാക്കിനെ പോലും ആ പാർട്ടിക്കാരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? അത് അംഗീകരിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടോ? നിലപാട് കേരളത്തിൽ ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായില്ല അത് എന്നൊരു വസ്തുതയുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ ടി.പി. ജയചന്ദ്രൻ, നോക്കൂ, ഈ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിലൊക്കെ പ്രധാന കണ്ണിയായ കോൺഗ്രസിനെ ദേശസ്നേഹം ഇനി BJP പഠിപ്പിക്കേണ്ടതുണ്ടോ? അത് ദേശവിരുദ്ധമാണ് എന്ന് കാണിച്ച് ആ നിലയിൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നത് എത്ര മൗഢ്യമാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ. രേണുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുന്നതിന് പകരം, ആങ്കർ അല്ലേ, എൻ്റെ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നോട് നിർത്താൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ചോദ്യം ചോദിച്ചോ, ഞാൻ കേട്ടോളാം. ഇനി നിങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.